നിലമ്പൂരിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ പേര് പറയുന്നത്. ആ പേര് നിലമ്പൂരിലായാലും എവിടെയായാലും യാതൊരു പ്രസക്തിയുമുള്ള പേരല്ല. ആ പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദമുണ്ടാക്കി ശ്രദ്ധ ആകർഷിച്ച് അടുത്ത ആഴ്ച താഴ്ത്തി പോകുന്നൊരു പേര് മാത്രമാണ്. നിങ്ങൾ മീഡിയ കൊടുക്കുന്ന പ്രാധാന്യമാണ് ഇന്ന് ആ പേരിനുള്ളത്. അത് കൊടുക്കേണ്ട കാര്യമില്ല. ആ പേരുകാരനെ പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും അറിയാമായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചന്ദ്രപ്പൻ കൃത്യമായിട്ട് പറഞ്ഞു ഇയാളെപ്പറ്റി. ഇടതുപക്ഷ പാർട്ടികൾക്കൊന്നിനും ഒരു കമ്പ് കൊണ്ട് പോലും തൊടാനാകാത്ത ആളാണ് ഈ അൻവറെന്ന് ചന്ദ്രപ്പൻ പറഞ്ഞ വാക്ക് ഞങ്ങളെപ്പോൾ ഓർക്കുന്നു. അത് പൂർണ്ണമായും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങളിങ്ങനെ നിലമ്പൂർ എന്ന് പറയുമ്പോഴത്തേക്കും അൻവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു സീറോ ഫാക്ടറാണ്. സീറോ ഫാക്ടർ. ഞങ്ങളൊന്നിനും ഭയപ്പെടുന്നില്ല. LDF സമരങ്ങൾക്ക് പോകുന്നത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയാണ്. ആത്മവിശ്വാസം പൂർണ്ണമാണ്. എല്ലാ ഘടകങ്ങളും നിങ്ങൾ കുറിച്ച് നോക്കിക്കൊള്ളുക. LDF എല്ലാ തരത്തിലും ജനങ്ങളുടെ പിന്തുണയ്ക്ക് അർഹതപ്പെട്ട പക്ഷമാണ്. ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്, LDFനുണ്ട്, CPIക്കുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഒന്നിനെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ആരും വരട്ടെ, എന്തും വരട്ടെ, ഞങ്ങൾ 100% വിജയിക്കും എന്ന ഉറപ്പോടു കൂടിയാണ് മത്സരം കത്തിക്കാൻ പോകുന്നത്. ഏതാണ് ED? ഏതാ? EDക്ക് പഴയ പല്ലുണ്ടോ, പഴയ നഖമുണ്ടോ? പഴയ പല്ലും നഖവും എല്ലാം പോയ ഒരു EDയാണുള്ളത്. അതിന് ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഭരിക്കുന്ന കക്ഷിക്ക് രാഷ്ട്രീയ ശത്രുക്കളെ എതിരിടാൻ വേണ്ടി തുടല് പൊട്ടിച്ച് പറഞ്ഞു വിടുന്നൊരു ജീവിയാണ് ED എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ഡീസൻസിയാണ്, എൻഡ് ഓഫ് ഡയറക്ഷനാണ്. ദിശയില്ലാത്ത, അന്തസ്സില്ലാത്ത ഒന്നാണ് ഇപ്പോഴത്തെ ED. എല്ലാവരും കണ്ടില്ലേ, EDയിലെ വൻതോക്കുകൾ, പ്രമാണപ്പെട്ട ആൾക്കാർ അഴിമതി കേസിലെ പ്രതികളാണ്. ED വരുന്നതെന്ന് പറഞ്ഞ ആൾക്കാരെ വിരട്ടി പണം മേടിക്കാൻ വേണ്ടി ദൂതന്മാരെ പറഞ്ഞയക്കുന്ന ഒരു ഗൂഢസംഘത്തിൻ്റെ പേരായിട്ട് ED മാറിക്കൊണ്ടിരിക്കുന്നു. ആ EDയെ കാട്ടി LDFനെ വിരട്ടാമെന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. ഇവരെ എല്ലാവർക്കും അറിയാം. രാധാകൃഷ്ണനെ ആയാലും വർഗീസ് മാഷി ആയാലും മൊയ്തീനെ ആയാലും എല്ലാവരെയും അറിയാൻ ജനങ്ങൾക്ക്. ഇല്ല, അത് എല്ലാ തിരഞ്ഞെടുപ്പുകളെയും എത്രമാത്രം ഭയപ്പാടോടുകൂടിയാണ് BJP കാണുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. BJPയുടെ കണ്ണും UDFൻ്റെ കണ്ണും